അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ കഴിഞ്ഞ വർഷത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും ശരിയായത് മാത്രം ശരി ഇടാനാണ്. ഓരോ ചോദ്യത്തിനും 3 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടാകും. ശരിയായിട്ടുള്ള ഉത്തരത്തിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അസുറായിൽ അലൈഹിസ്സലാം. ഈ അസുറായിൽ അലൈഹിസ്സലാം എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? കൈ പിടിക്കലാണോ, റൂഹുകളെ പിടിക്കലാണോ, തല പിടിക്കലാണോ? ഏതാണ് ശരി? റൂഹുകളെ പിടിക്കലാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് റിളുവാൻ അലൈഹിസ്സലാം. നരക കാക്കൽ, ഭൂമി കാക്കൽ, സ്വർഗം കാക്കൽ. ഏതാണ് റിളുവാൻ അലൈഹിസ്സലാമിൻ്റെ ജോലി? സ്വർഗം കാക്കൽ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് ഇസ്റാഫീൽ അലൈഹിസ്സലാം. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നു, അതുപോലെ വീട്ടിൽ ഊതുന്നു. ഏതാണ് ശരി? സൂർ എന്ന കാഹളത്തിൽ ഊതുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് മാലിക് ഇനി നാലാമത്തത് മാലിക് അലൈഹിസ്സലാം. വീട് കാക്കൽ, സ്വർണം കാക്കൽ, നരകം കാക്കൽ. ഏതാണ് ശരി? നരകം കാക്കൽ എന്നുള്ളതാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് റഖീബ് അതീദ് അലൈഹിസ്സലാം. അതിനോട് ചോദിച്ചത് ഏതാണ്? നന്മ തിന്മ എഴുതൽ, അതുപോലെ കളി എഴുതൽ, അതുപോലെ കണക്കെഴുതൽ. ഏതാണ് ശരി? നന്മ തിന്മ രേഖപ്പെടുത്തൽ, എഴുതൽ എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന് ആദ്യവും അവസാനവും ബാക്കി എന്താണ്? ഇല്ലാത്തവനാണ് എന്നാണ്. അപ്പോൾ അവിടെ ഇല്ലാത്തവനാണെന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, അള്ളാഹു ഒന്നിനെയും ഡാഷ് എന്താണ്? ആശ്രയിക്കാത്തവനാണ്. അപ്പോൾ അവിടെ ആശ്രയിക്കാത്തവനാണെന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, ആരാധനക്ക് അർഹൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. അപ്പോൾ അള്ളാഹു മാത്രമാകുന്നു എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തത്, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. അപ്പോൾ അവിടെ മലക്കുകളിൽ വിശ്വസിക്കലാണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാം എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു പട്ടിക മാത്രം പൂർത്തിയാക്കി കഴിഞ്ഞാൽ 8 മാർക്കാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ 2-ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചു വന്ന നബിമാരുടെ പേരുകൾ, അതുപോലെ നബിമാർക്ക് അയക്കപ്പെട്ട കിതാബുകൾ, അതുപോലെ അതിൻ്റെ ഭാഷ, ഇതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, പട്ടിക പൂർത്തിയാക്കാം. ഒന്നാമത്തത് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിയുടെ കിതാബ് ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ഫുർഖാനുൽ അലീം. ഭാഷ അറബി. അതുപോലെ രണ്ടാമത്തെ നബി ഏതാണ്? മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കിതാബ് തൗറാത്ത്. ഭാഷ ഇബ്രാനി. അടുത്തത് ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ കിതാബ് ഏതാണ്? സബൂറാണ്. അതവിടെ നൽകിയിട്ടുണ്ട്. ഭാഷ യൂനാനി. അടുത്തത് ഈസ അലൈഹിസ്സലാം. ഏതാണ് കിതാബ്? ഇഞ്ചീലാണ്. അതുപോലെ സുറിയാനിയാണ് അതിൻ്റെ ഭാഷ. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം പല രൂപത്തിലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണത്. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്കാണ് ഖുർആൻ മാർഗനിർദ്ദേശം? ഉത്തരം, ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കും. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കും ഖുർആൻ എന്താണ്? ഒരു മാർഗനിർദ്ദേശമാണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ്? എത്ര വർഷം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം പൂർത്തിയായത്? ഉത്തരം, 23 വർഷം. ഇനി മൂന്നാമത്തെ ചോദ്യം, മലക്കുകൾ ആരാകുന്നു? ആരാണ് മലക്കുകൾ? ഉത്തരം,
പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. 4-ാമത്തെ ചോദ്യം, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഏതിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഉത്തരം വിശ്വാസപരമായ കാര്യങ്ങൾക്ക്. അപ്പോൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുക. ഇനി 5-ാമത്തെ പ്രവർത്തനമാണ് 3 എഴുതാം. അപ്പോൾ അവിടെ ഒരു ചോദ്യം മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 വീതം അവിടെ എഴുതി കൊടുക്കണം. ഒന്ന് നോക്കാം. എന്താണ് ചോദ്യം? മലക്കുകളുടെ വിശേഷണങ്ങൾ. മലക്കുകളുടെ വിശേഷണങ്ങൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ആകെ എത്ര എണ്ണം മാത്രം മതി? 3 മാത്രം മതി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ്? മലക്കുകൾ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. 3-ാമത്തത്, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. അന്നപാനീയം എന്ന് പറഞ്ഞാൽ അവരെന്താക്കില്ല? ഭക്ഷണം കഴിക്കുകയോ അതുപോലെ വെള്ളം കുടിക്കുകയൊന്നും ചെയ്യുകയില്ല. അതാണ് ഇവിടെ അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നത്. 4-ാമത്തത്, ക്ഷീണമോ മടിയോ അവർക്കില്ല. നമ്മളെപ്പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലേ? അതുപോലെ എന്തെങ്കിലും കുറച്ച് പ്രവർത്തനം ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആർക്കില്ല? മലക്കുകൾക്കില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. 5-ാമത്തത്, നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും ദൂരത്തേക്കൊക്കെ പോകണമെങ്കിൽ കാറിലും ബസ്സിലും ബൈക്കിലൊക്കെ അല്ലേ പോവുക. പക്ഷേ ഇവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് ഇവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനുള്ള കഴിവ് അല്ലാഹു തആല ഈ മലക്കുകൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 3 മാത്രം അവിടെ എന്താക്കി കൊടുക്കണം? എഴുതി കൊടുക്കണം. ഇനി ഏറ്റവും അവസാനത്തെ ഒരു പ്രവർത്തനമാണ് പൂരിപ്പിക്കാം. അവിടെ ആകെ ഒരു ചോദ്യം മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല രൂപത്തിൽ നോക്കുക. 1-ാമത്തത്, ഇന്നാ നഹ്നു ഡേഷ് ലഹാഫിളൂൻ. അവിടെ എന്താണ് വേണ്ടത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാണ് വേണ്ടത്. അപ്പോൾ അവിടെ നസ്സൽന ദിക്റ വ ഇന്നാ ലഹു എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.